അച്ചീവ്മെന്റ് രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സ്പോർട്സിൽ മികവ് തെളിയിച്ച ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണാം. നമ്മുടെ HSCAP എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു സർക്കുലർ ആണ് ഇപ്പോൾ സ്പോർട്സ് കോട്ട അഡ്മിഷന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സ്പോർട്സ് കോട്ട അഡ്മിഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആ സർക്കുലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും ഉള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് 9 ജൂൺ മുതൽ 17 ജൂൺ വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുന്നത് എന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് 10 ജൂൺ ആണ്. അത് മാത്രമല്ല അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18-ാം തീയതിയാണ്. അപ്പോൾ 10 തൊട്ട് 18 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം അലോട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത് 22-ാം തീയതിയും അതേപോലെ അവസാന അലോട്ട്മെൻറ്റിൻ്റെ തീയതി എന്ന് പറയുന്നത് 29-ാം തീയതിയുമാണ്. അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഓർത്ത് വെക്കണം. അത് മാത്രമല്ല ഇത്തവണ നമ്മുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 2 ഫേസിലാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ HSCAPൻ്റെ വെബ്സൈറ്റ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. HSCAPൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു കോളം കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒരു വെബ്സൈറ്റാണ്, ഈ ഒരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ഫോം ഓൺലൈൻ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ സബ്മിഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ അതിൻ്റെ സബ്മിഷൻ എവിടെയാണ് ചെയ്യേണ്ടത്? അത് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ ഓഫീസിലാണ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഈ രജിസ്ട്രേഷൻ ഫോമും കൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടണം? നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. ഈ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് 2ലേക്ക് പോവാം. എന്താണ് നമ്മുടെ സെക്കൻഡ് ഫേസ്? നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ hscap.government.in എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ കയറുമ്പം നിങ്ങൾക്ക് OTP വഴി അതിലേക്ക് സ്പോർട്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്, ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തു അല്ലേ, ഇനി ഞാൻ സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് വേറെ അപ്ലൈ ചെയ്യണം? അപ്പോൾ നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, മെറിറ്റ് കോട്ടയിൽ ഏകജാലക സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്പോർട്സ് കോട്ടയിൽ പരിഗണിക്കുന്നതിനായി ഈ അവസരത്തിൽ നിങ്ങൾ ഇത് വീണ്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾ രണ്ടാമതും ഇതിന് അപേക്ഷിക്കണം എന്നുള്ളതും ഈ ഒരു സർക്കുലറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ആ ഡേറ്റ്സ് കാണിച്ചു തരാം. ഡേറ്റ്സ് അഗൈൻ ഞാൻ പറഞ്ഞു, ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ജൂണിനും എൻഡ് ചെയ്യുന്നത് 18 ജൂണിനുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കുറേ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ആ സംശയങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക.